കേരള സർവകലാശാലയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിൽ പോര് തുടരുന്നതിനിടെ അവധിയിൽ പ്രവേശിച്ച് ജോയിന്റ് രജിസ്ട്രാർ. ഇന്നലെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് VC-യുടെ ചുമതല വഹിക്കുന്ന സിസ തോമസ് വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഒളിച്ചുകളി തുടരുന്നു അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഈ കേരള സർവകലാശാലയിലെ VC അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗം സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും ഒളിച്ചുകളി തുടരുന്നുവെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത, P. ഹരികുമാറിനെതിരെ ആലോചനത്തിന് ശേഷം നടപടിയെടുക്കുമെന്നാണ് VC കൂടിയായിട്ടുള്ള സിസ തോമസ് അനൗദ്യോഗികമായിട്ടൊരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കേണ്ട കേസ്, ഈ ഹൈക്കോടതിയിൽ പരിഗണിക്കേണ്ട കേസിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുമാണ് സമർപ്പിക്കേണ്ടിയിരുന്നത്. കേരള സർവകലാശാലയിൽ ഉണ്ടായ വിഷയങ്ങളെ പറ്റിയിട്ടും മറ്റും, അതോടൊപ്പം തന്നെ P. അനിൽകുമാറിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ രജിസ്ട്രാർ P. അനിൽകുമാറിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് താൽക്കാലിക ഡോക്ടർ സിസ തോമസ് ഇന്നലെ നടന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ സമർപ്പിക്കുന്നു. ആ സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ പകർപ്പ് നൽകില്ല എന്ന് സിസ തോമസ് ആ അറിയിക്കുന്നു. തുടർന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ പോകുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് ആ ആവശ്യം മറികടന്നുകൊണ്ട് VC വിട്ടതിന് ശേഷം, VC ആ യോഗത്തിൽ നിന്നും പോയതിനു ശേഷം സിൻഡിക്കേറ്റ് യോഗം തുടരുകയും ആ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള നിയമസാധ്യത പരിഗണിച്ചുകൊണ്ട് P. അനിൽകുമാറിൻ്റെ രജിസ്ട്രാർ P. അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി നിയമവിരുദ്ധമാണെന്ന രീതിയിലേക്ക് എത്തുന്നത്. തുടർന്ന് സിസ തോമസ് താൽക്കാലിക VC സിസ തോമസ് അടിയന്തര യോഗത്തിൽ നിന്നും പോയതിനു ശേഷം പിന്നീട് എന്തിനാണ് യോഗം ചേർന്നത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് VC കൂടിയായിട്ടുള്ള സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർക്ക് P. ഹരികുമാറിന് ഒരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു ആ വിശദീകരണം നൽകേണ്ടത്. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് P. ഹരികുമാർ ഇത്തരത്തിൽ വിശദീകരണം നൽകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 9 മണിക്കുള്ളിൽ സംഭവങ്ങളിലെ വിശദീകരണം നൽകേണ്ട ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പോകുമ്പോൾ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഗൂഢപദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരള സർവകലാശാലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു തമ്മിൽ പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാനില്ല എന്നും കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ P. ഹരികുമാർ ഇത്തരത്തിൽ അവധിയിൽ പ്രവേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹരികുമാറിന്റെ തീരുമാനം സ്വയം ഉണ്ടായതല്ല, സിൻഡിക്കേറ്റും CPM-ഉം ഒക്കെ ചേർന്ന് തീരുമാനിച്ചതാണ്. അത് P. ഹരികുമാർ നടപ്പിലാക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് P. ഹരികുമാർ നടപ്പിലാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് പറയാം. അടിയന്തരമായി വിളിച്ചു ചേർത്ത സിൻഡിക്കേറ്റ് യോഗം VC-യോട്, നമുക്കറിയാം, ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമ്പോൾ ഈ VC-യോട് മുൻകൂറായിട്ട് അനുമതി തേടിയിരിക്കണം. VC-യോട് ഈ കാര്യം അറിയിക്കുന്നത് ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ ഈ കേസ് അല്ലെങ്കിൽ ഇന്നൊക്കെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ വിഷയത്തെ പറ്റിയിട്ട് എന്താണ് കോടതിയെ അറിയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ യോഗമാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് VC-യോട് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് സിസ തോമസ് വിളിച്ചു ചേർക്കാൻ അനുമതിയും കൊടുത്തു. പക്ഷേ സിസ തോമസ് ആ യോഗത്തിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് അവിടെ ചർച്ചയാകുന്നു. ഈ ചർച്ച ചെയ്യാനുള്ള അനുമതി VC നൽകിയിരുന്നില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ KP രജിസ്ട്രാർ കൂടിയായിട്ടുള്ള KP അനിൽകുമാറിൻ്റെ വിഷയം ചർച്ച ചെയ്തത് എന്ന് VC ജോയിന്റ് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സിസ തോമസ് പോയതിനു ശേഷം ഈ യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള P. ഹരികുമാർ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായിട്ട് P. ഹരികുമാറിനോട് വിശദീകരണം തേടുന്നത്. അപ്പോൾ P. ഹരികുമാർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാളായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചട്ടുകമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ
പി ഹരികുമാറിന് ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കാതെ ഇന്ന് അവധിയിൽ പ്രവേശിക്കേണ്ടി വന്നത്. അപ്പോൾ അടുത്ത ഘട്ടം, അതായത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹരികുമാറിനെതിരെ നടപടിയെടുക്കുക. VC-ക്ക് അതിനുള്ള അധികാരപരിധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹരികുമാറിനെതിരെ എന്ത് നടപടിയെടുക്കും? അങ്ങനെയാണെങ്കിൽ വീണ്ടും സർവകലാശാലയിൽ ഒരു അനിശ്ചിതത്വം തുടരും. കാരണം ഈ രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അപ്പോൾ ഈ രണ്ട് സ്ഥാനത്തിലും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു. രജിസ്ട്രാർ ഇല്ലാത്ത ഘട്ടങ്ങളിൽ ജോയിൻറ്റ് രജിസ്ട്രാർ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും വിശദീകരണം നൽകേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഉത്തരവാദിത്തപ്പെട്ട ദൗത്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് വിശദീകരണം കൊടുക്കാതെ ഇത്തരത്തിൽ ഈ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹരികുമാറിനെതിരെ നടപടിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാർ രണ്ട് സ്ഥാനത്തും വീണ്ടും അനിശ്ചിതത്വം തുടരും. സർവകലാശാലയിലെ വിഷയം കൂടുതൽ സങ്കീർണമാകും. VC ആയിരിക്കും ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. VC ഇതിൽ എന്തായാലും ഹരികുമാറിനെതിരെ നടപടിയെടുക്കുന്ന തീരുമാനത്തിലേക്ക് പോകും. കാരണം 9 മണി എന്ന് പറയുന്ന സമയം അവസാനിക്കുകയാണ്. ഇതിൽ വ്യക്തമായ മറുപടി ജോയിൻറ്റ് രജിസ്ട്രാർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ജോയിൻറ്റ് രജിസ്ട്രാർ ഈ ഘട്ടത്തിൽ മാറി നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. കൃഷ്ണരാജ്. അപ്പോൾ ഈ ജോയിൻറ്റ് രജിസ്ട്രാർ അവധിയിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ രജിസ്ട്രാർ അവിടെ എത്തുമല്ലോ, സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ തീർച്ചയായിട്ടും എത്തേണ്ടതാണ്. പക്ഷേ ഈ സമയം വരെ ഇവിടെ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KP അനിൽകുമാർ ഇവിടെ എത്തിയിട്ടില്ല. കാരണം അത് വലിയ രീതിയിൽ മറ്റു രീതിയിലുള്ള ഒരു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തർക്കത്തിനും അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് അപ്പോൾ സാധ്യതയുണ്ട്. ഇപ്പോൾ പരിസരത്ത് മതിയായിട്ടുള്ള പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏത് സമയത്തും ഒരു തരത്തിലുള്ളൊരു ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ മുന്നിൽ കാണും. കാരണം ഡോക്ടർ സിസ തോമസ് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ സസ്പെൻഷനിലായ VC വരികയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതുവരെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് കൂടി കടക്കും. അപ്പോൾ നിലവിലെ ആവശ്യം ഈ അടിയന്തരമായി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തുകൊണ്ടാണ് VC അറിയിക്കാത്ത ഒരു വിഷയം ചർച്ച ചെയ്തതെന്നാണ്. അപ്പോൾ VC-ക്ക് പരിഗണന, അല്ലെങ്കിൽ VC-ക്ക് പ്രഥമ പരിഗണന കൊടുക്കേണ്ട ഇടത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ വാശി അല്ലെങ്കിൽ അവരുടെ തിട്ടൂരമാണ് നടന്നത്. അപ്പോൾ അതിനെതിരെ ഒരു നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇനി ജോയിൻറ്റ് രജിസ്ട്രാർക്കെതിരെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ രണ്ട് രജിസ്ട്രാറും ജോയിൻറ്റ് രജിസ്ട്രാർ രണ്ടുപേർക്കുമെതിരെ നടപടി കുറച്ചുകൂടി കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കും ഇന്ന്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം കൂടുതൽ സങ്കീർണത ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ജോയിൻറ്റ് രജിസ്ട്രാർ ഇന്ന് അവധിയിൽ പോയിട്ടുണ്ട്. ഇതുവരെ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ആ വിശദീകരണം നൽകിയിരുന്നുവെങ്കിൽ അത് ഇന്നിപ്പോൾ ഈ കാണുന്ന വിഷയങ്ങളിലേക്ക് ഈ പോകത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോയിൻറ്റ് രജിസ്ട്രാർ VC പോയതിനു ശേഷം ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ചട്ടുകമായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഗവർണറുടെ പരിപാടി ഇങ്ങനെയല്ല നടക്കേണ്ടത് എന്ന് രജിസ്ട്രാറുടെ ഹർജിയിന്മേൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും രജിസ്ട്രാറുടെ ഹർജി പരിഗണിക്കുകയാണ്. അതായത് അതേ രജിസ്ട്രാർ സസ്പെൻഷനിലായിട്ടും VC-യുടെ തീരുമാനം ലംഘിച്ച് സർവകലാശാലയിലേക്ക് വരുന്നുവെങ്കിൽ കോടതി വിധി വരുന്ന ഈ ദിവസം തന്നെ, കോടതി അതിന്മേൽ നിരീക്ഷണം പറയാനിരിക്കുന്ന ദിവസം തന്നെ വീണ്ടും രജിസ്ട്രാർ വിലക്ക് മറികടന്ന് അവിടെ എത്തുന്നുവെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ത്? അങ്ങനെയാണ് എങ്കിൽ അത് വലിയ രീതിയിലുള്ള നിയമലംഘനമായിരിക്കും. കാരണം സർവകലാശാല നിയമാവലി രജിസ്ട്രാർ എത്തുന്നുണ്ട്. നമുക്ക് രജിസ്ട്രാറുടെ എത്തുന്നുണ്ട്. രജിസ്ട്രാർ KS അനിൽകുമാർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതികരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇന്ന് KS അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വരവ്. ജോയിന്റ് രജിസ്ട്രാർ ആകട്ടെ ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം. നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. അത്ര പ്ലീസ് 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 പ്ലീസ്
നാടിൻ്റെ സ്വത്താണ് സർവകലാശാല. ഇവിടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കണമെന്ന ആഗ്രഹമാണ് KS അനിൽകുമാർ സസ്പെൻഷനിലായ രജിസ്ട്രാർ പറയുന്നത്. പക്ഷേ സസ്പെൻഷനിലായ ശേഷവും അവിടേക്ക് വരിക, ജോയിൻറ്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ടിൻഡു. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം തേടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനമാണ് അദ്ദേഹത്തെ ഇവിടേക്ക് എത്താനായിട്ട് പ്രേരിപ്പിച്ചത്. സർവകലാശാലകൾ എന്ന് പറയുന്നത് നാടിൻ്റെ സ്വത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രജിസ്ട്രാർ ഇങ്ങനെയല്ല ഇത്തരത്തിൽ അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പെരുമാറേണ്ടതെന്ന് ഹൈക്കോടതിയിൽ വ്യക്തമായിട്ടുള്ളൊരു താക്കീത് എന്നോ അല്ലെങ്കിൽ ഹൈക്കോടതി വ്യക്തമായിട്ട് ഹൈക്കോടതിയിൽ ഈ വിഷയം പറഞ്ഞതാണ്. പക്ഷേ അത് ഹൈക്കോടതി അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്ന ഹൈക്കോടതി തീരുമാനങ്ങളെ കൂടി ലംഘിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു തീരുമാനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VC-യുടെ ആബ്സെൻസിൽ അല്ലെങ്കിൽ VC-യുടെ സാന്നിധ്യമില്ലാതെ ജോയിൻറ്റ് രജിസ്ട്രാർ മാത്രം പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇത്തരത്തിൽ ഈ സാധ്യത, അതായത് ഈ രജിസ്ട്രാറായിട്ടിരിക്കാനുള്ള നിയമസാധ്യത ഉണ്ട് എന്ന സർവകലാശാല നിയമാവലി അനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് പ്രതികരണം തന്നിരുന്നു. ആ പ്രതികരണം ഇങ്ങനെയാണ്: സർവകലാശാലകൾ എന്ന് പറയുന്ന നാടിൻ്റെ സ്വത്താണ്. സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്ക്, ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, P. ഹരികുമാർ ജോയിൻറ്റ് രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ട് നിൽക്കാനായിട്ട് ഹരികുമാറിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ KP അനിൽകുമാറിന് വളരെ ധൈര്യത്തോടു കൂടി സർവകലാശാല ആസ്ഥാനത്ത് വരാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സർവകലാശാലയിലെ എല്ലാ നിയമാവലികളും അനുശാസിക്കുന്ന രീതിയിലാണ് താൻ ഇവിടേക്ക് ഇന്ന് വന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി ഉൾപ്പെടെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു. കോടതിയിൽ കേസ് പരിഗണിക്കവെയാണ്, അല്ലെങ്കിൽ കോടതിയിൽ ഇന്ന് കേസ് പരിഗണിക്കവെയാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് കൂടുതൽ സങ്കീർണതയുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ ഒരു രജിസ്ട്രാർ ഇങ്ങനെയല്ല പങ്കെടുക്കേണ്ടതെന്ന് ശക്തമായ രീതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് താക്കീത് കിട്ടി. ആ വിഷയത്തിൽ ഇന്ന് പ്രധാനമായിട്ടുള്ള വാദം കേൾക്കുന്നു. എന്താണ് അന്തിമ തീരുമാനമെന്ന് അറിഞ്ഞിട്ടില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങളെടുത്ത തീരുമാനത്തിൽ, അടിയന്തരമായി ചേർന്ന യോഗത്തിൽ CPM അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ ബലത്തിൽ മാത്രമായിട്ടാണ് KP അനിൽകുമാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. യെസ്, അല്പം മുമ്പാണ് സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നാണ്. സസ്പെൻഷനിലായ ഒരാൾ വീണ്ടും അവിടേക്ക് കയറി വരുന്നത്, VC-യുടെ വിലക്ക് മറികടന്ന് കടന്നു വരുന്നത് എന്ത് ശാന്തമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. അപ്പോൾ ബോധപൂർവം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം തുള്ളുകയാണ് രജിസ്ട്രാർ. അങ്ങനെയല്ലേ ടിൻഡു മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ അശാന്തത അല്ലെങ്കിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സസ്പെൻഷനിലായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഇവിടേക്ക് വരില്ലായിരുന്നു. കാരണം ഈ വിഷയം ഹൈക്കോടതി ഉൾപ്പെടെ പരിഗണിക്കുന്ന വിഷയമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് ചുമതലയെടുത്തത്. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് അദ്ദേഹം ഒരു പക്ഷേ ഈ സസ്പെൻഷനിലായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഇവിടേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സിൻഡിക്കേറ്റ് ആണോ അവസാന വാക്യം എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ മനസ്സിലാക്കേണ്ട. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നൊരു സാധ്യത മാത്രമാണ്. കാരണം ഈ യോഗങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, സസ്പെൻഷൻ നടക്കുമ്പോൾ സിൻഡിക്കേറ്റുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം സസ്പെൻഷൻ നടപടിയിലേക്ക് പോവുക എന്നുള്ളത് ഈ പറയുന്ന പോലെ സർവകലാശാല നിയമാവലിയിലുള്ളതാണ്. ആ നിയമാവലി ഒരു പക്ഷേ ആ ഘട്ടത്തിന് ശേഷം, കാരണം രജിസ്ട്രാർ അന്ന് നടത്തിയത്, അന്ന് ഇവിടെ 9-ാം തീയതി നടക്കുന്ന ആ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ നടത്തിയത്, ഗവർണർ നടക്കുന്ന ചടങ്ങിൽ നടത്തിയത് ചട്ടലംഘനമാണ്. ആ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജ്ഭവൻ്റെ ഇടപെടലോടുകൂടി, അല്ലെങ്കിൽ ഗവർണർക്ക് നൽകേണ്ട പരിഗണന, ഗവർണർക്ക് നൽകേണ്ട ഒരു മര്യാദ കൊടുക്കാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ VC ഇടപെട്ടുകൊണ്ട്, VC മോഹൻ കുന്നുമ്മൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകുന്നത്. അതിനുശേഷം VC പോവും. പിന്നീട് സിസ തോമസ് താൽക്കാലിക VC ആയിട്ട് വരികയും ചെയ്യുന്നു. പക്ഷേ ആ വിഷയം പിന്നീട് ചർച്ച ചെയ്യണമെന്ന്, അതായത് ഇന്ന് പരിഗണിക്കുന്ന കേസിൽ ഈ വിഷയം എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന് VC-യോട് അറിയിക്കുന്നത് തന്നെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ്. ഒരു പക്ഷേ
അതൊരു വ്യാജമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കോടതി വിഷയങ്ങൾ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യാനാണ് സിൻഡിക്കേറ്റ് യോഗം ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ട് VC സിൻഡിക്കേറ്റിൻ്റെ മുമ്പേ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മുമ്പേ നൽകണമെന്ന് അല്ലെങ്കിൽ മുന്നേ നൽകണമെന്ന് പറയുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ അല്ല ഇന്ന് കുഴപ്പമില്ല സമാനം അയ്യോ പതിയെ തിരക്ക് കൂട്ടണ്ട ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയം കൃത്യമായി നിരീക്ഷിക്കുന്നവരും ഈ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളുമാണ് നിങ്ങൾ, പൊതുവിൽ കേരളീയ സമൂഹവും. കഴിഞ്ഞ ദിവസങ്ങളിൽ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഞങ്ങളുടെ സിൻഡിക്കേറ്റിൻ്റെ കൺവീനറായിട്ടുള്ള ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് G. മുരളീധരൻ വ്യക്തമായി പറയുകയുണ്ടായി. ഇന്നലെ സിൻഡിക്കേറ്റിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റ് കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഷിജു ഖാൻ, ഇടതു സിൻഡിക്കേറ്റ് അംഗം, പറയുന്നത്. പക്ഷേ ഇടതു സിൻഡിക്കേറ്റ് അംഗമായ ഷിജു ഖാൻ ഉൾപ്പെടുന്നവരാണ് സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കുന്നത് എന്നുകൂടി ഓർക്കണം. അതല്ലേ ടിൻഡു ഏറ്റവും പ്രധാനം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശാന്തമാകണം, മറ്റൊന്നും പറയാനില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ വിഷയത്തിൽ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നവർ ലക്ഷ്യമിടുന്നത് എന്തെന്ന ചോദ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ആ മറുപടി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് സിൻഡിക്കേറ്റിൻ്റെ നിയമാവലി അല്ലെങ്കിൽ സർവകലാശാലയുടെ നിയമാവലിയിൽ വന്ന ആ ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് KP അനിൽകുമാറിനെ വീണ്ടും സർവകലാശാലയുടെ VC ആയിട്ട് തിരിച്ചു വരുന്നത്. അത് സിൻഡിക്കേറ്റിൽ തീരുമാനിച്ച തീരുമാനമാണ്. അത് നിയമങ്ങൾക്കനുസരിച്ച് നടക്കട്ടെ. അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിച്ചത് അദ്ദേഹത്തോട്. ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസ് അല്ലെങ്കിൽ ഗവർണർ ഇടപെട്ടൊരു കേസ് അതെങ്ങനെയാണ് സിൻഡിക്കേറ്റിൽ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു നിയമസാധ്യത ഉണ്ടാക്കാൻ സാധിക്കുന്ന ചോദ്യത്തിന് ഷിജു ഖാൻ മറുപടിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുപടിയില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവസാനിക്കുമ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തിട്ടൂരം സർവകലാശാലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അല്പസമയം മുമ്പ് KP അനിൽകുമാർ VC ആയിട്ട് രജിസ്ട്രാർ സ്ഥാനത്തേക്ക് തിരികെ വരുന്നതും അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരുപാട് ചോദ്യങ്ങൾ അവസാനിക്കുന്നുണ്ട്. കാരണം നിയമപരമായിട്ട് എങ്ങനെ പരിശോധിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ രാജ്ഭവൻ ഉൾപ്പെടെ ഇടപെട്ടൊരു വിഷയമാണ്, ഗവർണർ ഉൾപ്പെടെ ഇടപെട്ടൊരു വിഷയമാണ്. അവിടെയാണ് രജിസ്ട്രാർക്ക് നൽകിയ ശിക്ഷാ നടപടിയിൽ ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയം വലിയ രീതിയിൽ കോടതിയിൽ ഉൾപ്പെടെ ചർച്ചയായിരിക്കുന്ന വിഷയ സമയത്താണ് ഇത്തരത്തിൽ VC രജിസ്ട്രാർ ഈ സ്ഥാനത്തേക്ക് തിരികെ വരുന്നത്. അപ്പോൾ ആരെയും ഭയമില്ല, ആരെയും എതിർപ്പില്ല, ഏത് നിയമത്തെയും ഭയമില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടൊരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്ത് അതിൽ VCയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് VC പോയതിനു ശേഷം ഒരു ചർച്ച വരുന്നു, ഒരു അജണ്ട വരുന്നു. അജണ്ടയിലില്ലാത്ത കാര്യം VC പോയതിനു ശേഷം ചർച്ച ചെയ്യുന്നു, അജണ്ടയിലില്ലാത്ത കാര്യം നടപ്പിലാക്കുന്നു. സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗങ്ങളിലൊന്നും ചർച്ച ചെയ്യാൻ അനുമതി കൊടുക്കാത്ത അജണ്ട ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ
അംഗങ്ങളുടെ തിട്ടൂരത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഇടപെടലോടുകൂടി നടപ്പിലാക്കിയ ഒരു കാഴ്ചയാണ് ഇന്നിവിടെ കണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള നിയമലംഘനം അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാതെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു എന്നതാണ്. ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വ്യാജ അജണ്ട ഉണ്ടാക്കി ആ അജണ്ടയുടെ മേൽ ഈ വിഷയം ചർച്ച ചെയ്ത രജിസ്ട്രാർ കൂടിയായിട്ടുള്ള KP അനിൽകുമാറിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഉൾപ്പെടെ നിയമലംഘനങ്ങൾ നടത്തുകയും ഗവർണറോട് അനാദരവ് കാണിക്കുകയും ചെയ്ത ഒരു രജിസ്ട്രാർക്കായിരുന്നു ശിക്ഷാ നടപടി കൊടുത്തത്. പക്ഷേ ആ നടപടിയിൽ ഇത് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സഹായത്തോടു കൂടി അദ്ദേഹം വീണ്ടും തിരികെ വന്നിരിക്കുന്ന കാഴ്ചയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ മണിക്കൂറിൽ നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഗവർണർ ഇടപെട്ടുകൊണ്ട് VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KP അനിൽകുമാർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സഹായത്തോടു കൂടി വ്യാജ അജണ്ടയോടുകൂടി ചർച്ച ചെയ്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രജിസ്ട്രാറായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി കാണേണ്ടത് ഡ്രാമ അതാണ് സർവകലാശാല ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം തിരികെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നു. അതേസമയം VC വിശദീകരണം ചോദിക്കുമ്പോൾ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുന്നു. എല്ലാത്തിനും പിന്നിൽ ആര് എന്ന് വ്യക്തമാണ്. കൃത്യമായ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാം എന്താണ് സംഭവിക്കുകയെന്ന്. ഏതായാലും ആദ്യ വട്ടം ഹർജി പരിഗണിക്കുമ്പോൾ നിർത്തിപ്പൊരിക്കുകയായിരുന്നു രജിസ്ട്രാറെ എന്നുകൂടി നമ്മൾ ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.